Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഐസ്ക്രീമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ചക്കപ്പഴത്തിൻ്റെ ഐസ്ക്രീമുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ, വളരെ ചെറിയ ടൈം കൊണ്ട് തന്നെ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചക്കപ്പഴ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴുത്ത ചക്കപ്പഴം എടുത്ത് അതിൻ്റെ ചകിണിയും കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ ചക്കപ്പഴം വേണ്ടത് അത്രയും നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഒരു ചെറിയൊരു ചക്കയുടെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിക്കകത്ത് കുറച്ച് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം. കുറച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അത് വേറൊരു ബൗളിലേക്ക് നമുക്ക് എടുത്തു മാറ്റാം. നന്നായിട്ട് അരച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു അരക്കപ്പ് പാലാണ്. അരക്കപ്പ് പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗവിലല്ല വെച്ചിരിക്കുന്നത്, പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 3 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്തു വെക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കണം. ബൗൾ എടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അല്പം പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാല് നന്നായിട്ടിപ്പം തിളച്ച് വരുന്നിട്ടുണ്ട്. അപ്പം കോൺഫ്ലോർ മിക്സ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും കൈ എടുക്കാതെ നമുക്കിനിയും നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനിയും സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. അത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. നല്ല നിറച്ച് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഈ വിപ്പിംഗ് ക്രീമിലെ ഷുഗർ ആഡഡ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് മധുരം ഉണ്ടാവും. ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ മിക്സും പിന്നെ ആ പാല് കുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒഴിക്കുന്നത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആക്കി കിട്ടും. നല്ലതായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് എടുത്ത് മാറ്റാം. വലിയൊരു പാത്രത്തിലേക്ക് എടുത്ത് വേണം മാറ്റാൻ. ഏത് പാത്രത്തിലാണോ നമ്മൾ മിക്സ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഒരുപാടിട്ടങ്ങ് കറക്കരുത്. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാകാവൂ. ഇതുപോലെ കുറച്ച് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ഒഴിക്കാം. ഞാൻ പക്ഷേ ഒഴിച്ചിട്ടില്ല. ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ചക്കപ്പഴത്തിൻ്റെ ആ ഫ്ലേവർ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ എസൻസുകളൊന്നും ചേർക്കാഞ്ഞത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ കുറച്ച് ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നമുക്ക് ഒഴിക്കുമ്പോൾ അതിന് മേളിൽ വിതറാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രേ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ആ ചക്കപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനും. നമുക്കത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല ഒരു അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. മൂടിയിട്ട് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് പുറത്ത് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. എനിക്ക് ബാക്കി കുറച്ചുകൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ഡബ്ബയിൽ എടുക്കാൻ പോവാണ്. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ബാക്കി ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഞാനൊരു ഡബ്ബയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനിതിപ്പം പല രീതിയിലൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു കമ്പിയോ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഡിസൈനിലായിട്ട് നമുക്ക് കിട്ടും. ഇതാ കണ്ടോ. എന്നിട്ട് ബാക്കിയും കൂടെ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് അരിഞ്ഞത് ബാക്കിയും കൂടെ ഉണ്ട്. അത് ഞാൻ സൈഡിലേക്കും അങ്ങ് വിതറുകയാണ്. നമ്മൾ എടുത്ത് കഴിക്കാൻ നേരവും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ കണ്ടോ, ഒത്തിരി മെനക്കേടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഡബ്ബ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ, നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്താലോ. നല്ല രസമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം. കണ്ടില്ലേ, നമുക്ക് വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഫ്രഷ് ക്രീം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. വേറെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ പോലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ പാലും ഈ കോൺഫ്ലോറും കൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ച് ഞാൻ ചോക്ലേറ്റ് സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പം ഇതിനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ചക്കപ്പഴ ഐസ്ക്രീം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വാഴയിലയിൽ പൊള്ളിച്ച ഒരു കരിമീൻ ഫ്രൈ ഞാൻ ഇട്ടിരുന്നു. അത് നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിലുള്ള അനീഷ് അത് വീഡിയോ നോക്കിയിട്ട് അവരത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരെനിക്ക് അയച്ചു തന്നതാണ്. ഇതുപോലെ നിങ്ങളും എൻ്റെ വീഡിയോസ് നോക്കി ഓരോന്ന് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ അത് നിങ്ങളുടെ ഫോട്ടോസും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും അത് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.